നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാശ വന്നിട്ടുണ്ട് ശരിയില്ല അനേട്ടനെ കാട്ടുന്നുണ്ടേ ഇന്നിവിടെ പണിയുണ്ടല്ലോ പുറത്ത്. എങ്ങടേലും പോവാ, എങ്ങടേലും പോയാ പോരെ. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മള് നമ്മുടെ അടുക്കളയിൽ വീഡിയോ കൊണ്ടുവരുന്നത്. കുറേ ദിവസം വീഡിയോ പിന്നെ നമ്മളെന്താ വെച്ചാൽ വേറെ നല്ല കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ക്ഷീണതും കാര്യങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളിലായിരുന്നു. പിന്നെ കുറേ മാനസികമായിട്ടുള്ള ഡിപ്രഷനും കാരണവും ടെൻഷനും കാരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, അവിടെ അച്ഛൻ്റെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മളും 5ാമത്തെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ അറിയേണ്ടത്. സത്യം അത് ഒരു കമൻറ്റ്, ഏതൊരു ആൾ ഉണ്ണിയുടെ പപ്പയ്ക്ക് പറ്റിയത് അറിഞ്ഞില്ലെന്നൊരു കമൻറ്റോ എന്തോ ഉണ്ണിയുടെ അച്ഛനെ പറ്റിയത് അറിഞ്ഞില്ലെന്ന് എന്തോ ഇങ്ങനെ കമൻറ്റ് കണ്ടപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംസാരം കട്ടായി. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഡോറൊക്കെ ഒരു 16 വർഷം മുന്നേ കള്ളം വന്ന് പൊളിച്ചിട്ട് പോയിട്ടുള്ള ഡോറുകൾ. 3 ഡോറിൻ്റെ 4 ഡോറിൻ്റെ ലോക്കും കള്ളന്മാർ വന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ പണ്ട് പുതിയ വീടൊക്കെ അന്ന് പണിതിട്ട് അധികം ആയിട്ടില്ല, 2 വർഷം 1.5 വർഷമൊക്കെ ആയിട്ട് വീട് പണിതിട്ട്. അപ്പോൾ നമ്മളെങ്ങനെ മമ്മിൻ്റെ അമ്മമാരുടെ വീട് പൂട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡോറ് വട്ടയ്ക്കെന്ന് പറയും. അങ്ങനെ പോകുമ്പോൾ ഡോർ പൂട്ടിയിട്ട് പോയ കാരണം കള്ളനെല്ലാം പൊളിക്കാൻ എളുപ്പമായി. അപ്പോൾ അങ്ങനെ വന്നിട്ട് 18 വർഷം മുന്നേ കള്ളം വന്നിട്ട് കണ്ട ഈ അടുക്കള ഡോറ്, ഞങ്ങളെ 3 ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോക്കുകളൊക്കെ പൊട്ടിച്ചാൽ ഞങ്ങൾക്ക് ഡോർ തന്നെ അടയ്ക്കാൻ പറ്റില്ല. എൻ്റെ റൂമിൻ്റെ ഡോറൊക്കെ ജസ്റ്റ് ഒന്ന് കുറ്റിയിടാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പൊന്നിൻ്റെ റൂമിൻ്റെ ഒന്നും പറ്റില്ല, അടയ്ക്കാനൊന്നും പറ്റില്ല. കുഞ്ഞിൻ്റെ റൂമിൻ്റെ ഡോർ അടയുന്നില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളൊരു ആശ്ശേരി അടുത്തുള്ള ചേട്ടനുണ്ട്, അപ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് ഡോറുകൾ ശരിയാക്കി കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഡോറ് ശരി ഇത്ര നാൾ നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ. ഇപ്പോൾ ഡോറ് മാറ്റണം. പിന്നെ ഡോറ് വട്ടച്ചിട്ട് അങ്ങനെ പറയും, വട്ടച്ചിട്ട് ഇത് വളഞ്ഞിട്ടൊക്കെ നിൽക്കണം, ദീർഘകാലൊക്കെ ആയിട്ടാണ് നിൽക്കണം. അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കണമെന്നുണ്ട്. കട്ടാക്കിയത് ഡോർ മാറ്റാണെങ്കിൽ നമ്മുടെ ഇതിൽ പറ്റില്ല, നമ്മുടെ ബഡ്ജറ്റിലൊന്നും ഒതുങ്ങില്ല. ഡോർ മാറ്റാൻ നമ്മൾ ചോദിച്ചപ്പോൾ ഡോർക്ക് ഭയങ്കര റേറ്റ് വരും. പിന്നെ ഡോറുണ്ട് ഈ എന്തോ ഒരു ഡോർ നമ്മൾ മേടിച്ചേക്കും 2 വർഷം പോലും അതിന് ആയുസില്ല എന്ന് പറയുന്നത്. പിന്നെ നമ്മളത് അങ്ങനത്തെ വെച്ചിട്ട് എന്താ പറ്റുക, എങ്ങനെ ശരിയാക്കാൻ പറ്റുമോ നോക്കും. പറ്റുകയാണെങ്കിൽ അത് അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് വേണ്ടത് അതേ പൊന്നിൻ്റെ റൂമിൻ്റെ ഡോറിലൊക്കെ ഇത്രയും ഗ്യാപ്പ്, അത് അന്നത്തെ ആശയമാര് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇത്രയും ഗ്യാപ്പൊക്കെ ആ റൂമിലേക്ക് എടുക്കും. നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് അവിടെ മറവ് വേണം. അപ്പോൾ അതൊക്കെ ശരിയാക്കാം. അണ്ണനെ ചരച്ചാട്ടി അണ്ണനെ ചെലച്ചാട്ടിയാ ചെലച്ചാട്ടി തല്ലൂട്ടുണ്ടാവും വീട്ടില് ഓടിപ്പിക്കാൻ കേട്ടാ. ചെലച്ചാട്ടി അപ്പുറത്ത് പൊട്ടിച്ചാലും കുഴപ്പമില്ല. ചെലച്ചാട്ടി അല്ലേ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നതിൽ നമ്മളത് അതുകൊണ്ടാണ് സ്റ്റക്ക് ആയത്. ഡോറയച്ചു കൊണ്ടുവരുന്ന ചേട്ടൻ. അപ്പോൾ അതിന് കുറേ വർഷമായിട്ട് ലോക്കൽ, അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ചിറ്റികളൊക്കെ നടിച്ച് തയ്ക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു കമൻറ്റ് വന്നോട് കൂടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചെങ്കിലും നമുക്ക് അന്ന് അറിയാൻ പറ്റില്ല. നമ്മളെ കമൻറ്റ് ഇട്ടേണ്ട അന്ന് നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല. ഞാൻ പൊന്നിനൊന്നും എന്തെങ്കിലും പറഞ്ഞു, നിങ്ങളെന്തെങ്കിലും അറിഞ്ഞു ചോദിച്ചു പറഞ്ഞു ഇല്ലല്ലോ അമ്മ. അപ്പോൾ ഞാൻ ആൻറ്റിയുടെ ചാനലെടുത്തൊക്കെ പറഞ്ഞു ആൻറ്റി 4 ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അവൾ പറഞ്ഞു 4 ദിവസമായിട്ട് ആൻറ്റി വീഡിയോ ഇട്ടിട്ട് പിന്നെ എന്താണെന്ന് അറിയില്ല, ഷോർട്സ് വീഡിയോ ഒന്നും കാണാനില്ല കേട്ടോ അമ്മ. ഒരിക്കലും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു കേസ് ഒരിക്കലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കേസല്ല. അങ്ങനെ ഞങ്ങൾ വന്നു, ഞങ്ങളുടെ വീടത്ത് 2 മണി 3 മണി ഞങ്ങൾ ഉറങ്ങി. എനിക്കിപ്പോൾ ഒരു 10:30 നേരത്താണ് ഞാൻ എണിച്ചിട്ട് ഞാൻ റൂമിൽ ഇങ്ങനെ വർത്താൻ പറയുമ്പോഴാണ് കുഞ്ഞ വന്നിട്ട് പറയണം, കുഞ്ഞിങ്ങനെ അമ്മ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ പോണ ചെക്കനായിട്ട് വിളിച്ചത് ഇങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ബോക്സുകൾ കമൻറ്റുകൾ കാണാണ്ട് വന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധിക്കുന്നത്, ഞങ്ങൾ ഈ കമൻറ്റ് ബോക്സ് നോക്കാറില്ല. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ അപ്പോൾ സത്യമാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിത് അറിയണവരെ വിളിച്ചപ്പോൾ ഇത് സത്യമാണ് പറഞ്ഞു. ബോഡി കൊണ്ടുപോയി 10 ദിവസം പിടിക്കുമെന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് മിനിനെ കണ്ടിട്ടൊന്ന് വരാം, പിന്നെ എന്താ ആളെ കൊണ്ടുവരാൻ ചെന്ന് നമുക്ക് പോകാമെന്ന്. ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും സത്യത്തിൽ അന്ന് കൊടുന്നുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങൾ എത്തിയത്. എന്നാലും നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ വീട് സ്ഥിരം കാണുന്നവർക്കാണ് അറിയാം. ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഇവരെല്ലാവരും കൂടി വന്ന് നിന്ന് ഹാപ്പി ആയിട്ട് ഞങ്ങൾ എല്ലാവരും നിന്നിട്ടുള്ളൊരു ദിവസമുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് കണ്ടു കേട്ടോ.
ഒരു നിമിഷത്തെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ് അങ്ങനെ. അപ്പോൾ എന്താ പറയുക, എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായപ്പോൾ ഭയങ്കര സങ്കടമായി ഞങ്ങൾക്കും. ഞങ്ങൾ പോയി കണ്ടപ്പോൾ അവരെ കണ്ടപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. മിനിയുടെ ആയാലും ഉണ്ണിയും ഭാവിയും അവരൊക്കെ ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു സാഹചര്യം തന്നെ എല്ലാവരും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവിടെ. പിന്നെ നമുക്ക് ആശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഒരിക്കലും. എന്ന് വെച്ചാൽ നമുക്ക് പറയണവർക്ക് എളുപ്പമാണ്, മറക്കണം അല്ലെങ്കിൽ കരയരുത് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ എളുപ്പം. പക്ഷെ അത് അനുഭവിക്കണവരൊരവസ്ഥ അത് നമുക്ക് എന്ത് വാക്കിനാണ്, പ്രത്യേകിച്ച് ലൈഫിൽ അച്ഛൻ ഭർത്താവ് അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരാളല്ലേ. ആളൊക്കെ ലൈഫിൽ പോവുക, ഇനി ലൈഫിലേക്ക് തിരിച്ചില്ല. ഇത്രയും നാൾ അവർ രണ്ടര വർഷത്തോളമായി തോന്നുന്നു ഉണ്ണിയുടെ അച്ഛൻ പോയിട്ട്. അവർ കാത്തിരിപ്പ്, ഇന്നല്ലെങ്കിൽ നാളെ അവർ വരും എന്നുള്ള കാത്തിരിപ്പായിരുന്നു. അവർ പോകുന്നത് അവർ കാത്തിരിപ്പാണ് അവർക്ക് ഇല്ലാണ്ടായത്. ഇനി അവർ കാത്തിരിക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ അവരുടെ മനസ്സിന് ദൈവം മക്കളെ എല്ലാം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് അത്രേ പറ്റുള്ളൂ, നമുക്ക് വേറെ ഒന്നും പറ്റില്ല. നമുക്ക് എന്താ പറയുക, എല്ലാവരും ഇതൊക്കെ നോക്കി നിൽക്കാൻ എല്ലാവരും കഴിയുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ ഓരോരുത്തരുടെ ലൈഫിൽ കുടുംബത്തും വന്ന് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കിക്കാനുള്ള. പക്ഷേ ഇനി നേരത്തെ കൊണ്ട് എല്ലാവരും അത് നെഗറ്റീവ് കയറിയാണ്. ഇന്ന് നമ്മളോടാണ് നാളെ മറ്റൊരാളുടെ വീട്ടിൽ അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ പറയണതൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും, പക്ഷെ അത് നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ അവസ്ഥ അറിയാം. അപ്പം ഇങ്ങനെ സാഹചര്യത്തിനും അവരെ വെറുതെ വിടുക എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വാവയുടെ സ്റ്റോറി ഞാൻ കണ്ടു ഇൻസ്റ്റയിൽ. എന്തിനാണ് കാര്യം അറിയണ്ട, എന്താ വെച്ചാൽ അവരുടെ ഫാമിലി ആണല്ലേ, അതിലവരുടെ കാര്യങ്ങളാണ് നമ്മൾ കയറി എന്തിനാണ് ചൊറിയണ് അല്ലേ. ഒരു നിസ്സാര മനുഷ്യൻ്റെ സമയത്തുണ്ടാകുന്ന കാര്യത്തിനാണ് നമ്മൾ ആത്മഹത്യക്ക് ഒരു നിമിഷത്തെ ചിലപ്പോൾ ചെറിയ മനസ്സായിരിക്കും, കുറേ അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയണവര് അതൊക്കെ സമയത്തിന് വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആളുടെ വിധി അതായിരിക്കും, യോഗം, അത്രയും നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ആളെ ആത്മവിശാന്തിയുടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നെഗറ്റീവ് ഇടാണ്ട് ഒന്നിരുന്ന് ചിന്തിക്കുക. നെഗറ്റീവ് ഉണ്ടോല് നമ്മുടെ കുടുംബത്തിന് നമ്മളിൽ ഒരാൾക്കാണ് ഇത് വരുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊന്ന് കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും, പക്ഷെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ ഒന്നിനും പറ്റിയും മിണ്ടാണ്ടിരിക്കുക. അതിങ്ങനെ ചെയ്യാനാണ് ഒരു മര്യാദ എൻ്റെ തോന്നുന്നു. എന്താ ഓരോരുത്തർക്കും ഓരോ മര്യാദ ഉണ്ടാവില്ല, ലൈഫ് ജനിച്ച് വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതന്നെ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഞങ്ങൾ കുറേ ദിവസമായിട്ട് പിന്നെ അങ്ങനെ കുറേ ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇന്നാണ് കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലുണ്ടാവുന്നത്. കുറേ ദിവസമായി വീട്ടിലെ ഫുഡും കഴിഞ്ഞാൽ എല്ലാവർക്കും വയ്യാട്ടോ, എല്ലാവർക്കും കപ്പക്കൊട്ടും ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്തായാലും കുറേ ദിവസമായി ഉണ്ണുകളൊക്കെ ചോറും കാരണം. അപ്പം ഞാൻ ഇന്ന് കുറച്ച് മീനൊക്കെ മേടിച്ചായിരുന്നു. 2 ദിവസം മുന്നേ ഞങ്ങൾ മീൻ ഒരു അരക്കിൽ മേടിച്ച് വെച്ചിട്ട് ഇന്നലെ രാവിലെ പുലർച്ചെ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ മീൻ മേടിച്ചു കറിയും ചോറ് വെച്ചിട്ട് ഞങ്ങൾക്ക് പാത്രത്തിലാക്കി കൊണ്ടുപോകാന്ന് വെച്ചത്. ഹോട്ടൽ ഫുഡ് നമുക്ക് പറ്റാതെ കൊണ്ടുപോകാന്ന് വെച്ചിട്ടാണ്. പക്ഷേ എനിക്ക് ഇന്നലെ തലവെച്ചാൽ എനിക്ക് അത് ഉണ്ടാക്കാൻ പറ്റി. ഇന്നലെ രാവിലെ ഒരു പുട്ടും കള്ളിയും കഴിച്ചു ഒരു ഹോട്ടലിൽ നിന്ന്. അന്ന് പറയല്ല, നമ്മുടെ അമല ഹോസ്പിറ്റൽ എത്തുന്നതിന് മുന്നേ ഒരു അമ്പലമുണ്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ഇരിക്കുന്നതിൻ്റെ അവിടെ ഒരു അമ്പലം, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അവിടുത്തെ പുട്ടും കള്ളിയും നല്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നല്ല. അപ്പോൾ ആ പുട്ടും കള്ളിയും കഴിച്ചു. പിന്നെ രാത്രി ഒരു 12 മണിക്ക് എൻ്റെ ഏകദേശം ഒരു പൊറോട്ട, കുറച്ച് ചിക്കൻ ചാർ, ഒരു പൊറോട്ട നമ്മുടെ സാധനം ഇഷ്ടമില്ല. പക്ഷേ എന്നാലും വേറെ ഒന്നും കിട്ടില്ല, എല്ലാ ഫുഡുകളും കഴിഞ്ഞു. ഗതികേട് വിശന്നിട്ട് അത് കഴിച്ചു. ചോറ് ഒരു കുറേ ദിവസമായി. അപ്പം ഇന്ന് ചോറൊക്കെ കഴിക്കുന്നത് ചുമച്ചിട്ട് ഇതാ കണ്ടോ, ചുമയുടെ ആൾക്കാർ വരുന്നുണ്ടോ എനിക്ക്. പിന്നെ ചോറിനുണ്ടോ നമുക്ക് വീട്ടിലത്തെ എൻ്റെ കുളിക്കുമ്പോൾ ചോറ് കൊടുക്ക ചോറുന്നുണ്ട് വീട്ടിലത്തെ മീമി കറി കൂട്ടിയിട്ട്. മീമി കഴിച്ചിട്ടുണ്ട്, മീമി കറി വയ്ക്കാട്ടാ. അപ്പോൾ അതേ പുട്ടിന് കുഴച്ച് വെച്ചിട്ടുണ്ട്, ചോറ് തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട്, നീ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അപ്പോൾ അന്ന് മേടിച്ച് വെച്ച് വറ്റേട്ടാ, അത് നല്ലതാണ് നന്നാവും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് ഓൾറെഡി ഇഷ്ടമല്ലേ മീൻ, എന്നാലും മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1 കിലോ അയില മേടിച്ചു, 1 കിലോ ചൂട് മേടിച്ചിട്ട് 120 രൂപയുടെ മീൻ. കുഴപ്പമില്ല, ഇപ്രാവശ്യം ലാഭച്ചോടെ 120 രൂപയ്ക്ക് ചെറിയ അയില അങ്ങനെ കിട്ടിയിട്ടാണ്. അപ്പോൾ പട്ടത്തി മേടിച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാം, അത് ഫ്രിഡ്ജിൽ വെക്കാട്ടോ, ഡപ്പലാക്കി നമുക്ക്. അത് അധികം ഉണങ്ങാത്തതല്ലേ. എന്നാലും ഞാൻ പറഞ്ഞോളല്ലോ പട്ടത്തിയുടെ കാര്യം. ഉണക്കണ്ട ഉണക്കി ഇതാവില്ല. അപ്പോൾ വേണ്ട, ഇത് അച്ചാറിടാം, ചൂടച്ചാറ്. അയില കറിയാണ് വറക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ പുട്ടിനൊക്കെ കുഴച്ച് വെച്ച് അതിനായിട്ട് നാളേരം ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊന്നിട്ട് പറഞ്ഞു, പൊന്നു പുട്ടുണ്ടാക്കുക, അമ്മ മീൻ നന്നാക്കാമെന്നു. അങ്ങനെ ആ പൊന്നു അപ്പുറത്ത് പുട്ടുണ്ടാക്കാൻ നിൽക്കുന്നത്. ഞാൻ അവിടെ അയിലയും ഉള്ള നൊത്തയിലൊക്കെ നന്നാക്കട്ടെ. അപ്പോൾ അയില ഞാൻ ആദ്യം ആ വാരും സൈഡും തലയുടെ വശമൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് പിന്നെ അവസാനമാണ് അതിൻ്റെ കുടലും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കളഞ്ഞ് ക്ലീനാക്കാം.
പിന്നെ ഞാൻ നമ്മുടെ അച്ചാറിലേക്കുള്ള നത്തോലിയാണ് കേട്ടോ അരിയുന്നത്. നത്തോലി ഞാൻ സൈഡ് കൊടുക്കുന്ന കുടലിൻ്റെ അവിടെ നിന്ന് തലയിലേക്ക് ഒരൊറ്റ കട്ടിങ് കേട്ടോ. അപ്പോൾ ഒറ്റ വെട്ടിൻ്റെ പരിപാടി കഴിയും. അല്ലെങ്കിൽ തല വെട്ടി കഴിഞ്ഞാൽ ഉടൽ വൃത്തിയാക്കി പിന്നെ ഉടലും ഒക്കെ എടുത്ത് കളയാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഹോട്ടലിൽ നിന്ന് തന്നെ കുടലിട്ട അതെടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ സൈഡ് കട്ട് ചെയ്ത് കൊണ്ട് കളഞ്ഞാൽ ക്ലീൻ ആവട്ടെ. അങ്ങനെ നമ്മൾ വാലൊന്നും കളയില്ല കേട്ടോ അച്ചാറിന്. വാലിൽ കളയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നല്ല നെയ്യെല്ലാം നത്തോലിയായിരുന്നു. അപ്പം ഇവിടെ പൊന്നു വിടുന്നിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇന്ന് പുട്ടാണ്. കുറേ ദിവസമായി സത്യം പറഞ്ഞാൽ വീട്ടിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് എന്തുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലത്തെ ഫുഡ് രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. അതിനൊരു ടേസ്റ്റും ഒരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ പൊന്നു പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് നിന്ന് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ നന്നാക്കി ഉപ്പിട്ട് കഴുകി അതിലെ ചെതമ്പലും കാര്യങ്ങളൊക്കെ കളഞ്ഞു കിട്ടാം. പിന്നെ അപ്പുറത്ത് നാളികേരം പുട്ടിൻ്റെ നാളികേരം കാര്യങ്ങളൊക്കെ ബാക്കി ഒന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ആ മീനിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടി മുളകുപൊടി അങ്ങോട്ട് പരട്ടി തിരുമ്പി അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അച്ചാറിലേക്ക്. വേറെ സോർക്ക് വയ്ക്കണമെങ്കിൽ സോർക്ക് വയ്ക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഉപ്പും മഞ്ഞപ്പൊടി മുളക് മാത്രം പറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നീക്കി അപ്പോഴേക്കും അയില വറുക്കാനുള്ളത് അയിലും മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട് അത് കുറച്ച് മസാല പറ്റി മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് വറ്റ മീനുണ്ട് കറി വയ്ക്കുക. അതിന്നൊരു 4-5 പീസ് എടുത്ത് മസാല പറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത്ര ചിലവൊന്നുമില്ല. കഷ്ണം അങ്ങനെ ആരും തിന്നൊന്നുമില്ല. വറുത്ത പിന്നെയും തിന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ കുടംപുളി ഇട്ടു, മുളകും പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ് ഇത്രയും ഒഴിച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞിടാൻ പോകട്ടെ. നമ്മൾ തക്കാളി അരിഞ്ഞിടുക. തക്കാളി ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞിടുക. 3-4 പച്ചമുളക് നടു ചീന്തിടുക. ഇഞ്ചിയും ചുവന്നുള്ളി ചതച്ചിടുക. കറിവേപ്പില ഇടുക. എന്നിട്ട് കൈ കൊണ്ടാണ് തിരുമ്പി കൂട്ടി കൊടുക്കുക. മസാലയും തക്കാളിയൊക്കെ യോജിച്ചു. എന്നിട്ട് നമ്മൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു അടപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. മീനും കൂടി ഇട്ടതിന് ശേഷം കണ്ടോ വറ്റയാണ് കേട്ടോ. അതെടുത്ത് പിന്നെ ഒരു 5 പീസ് ഉണ്ട് അത് മാറ്റി വെച്ച് വറക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഒരു കുറച്ച് എടുത്തിട്ട് 1/2 കിലോന്നുള്ളൂ കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് തള വരുന്നേക്കാൾ മുന്നേ നാളികേരം നല്ല ചാന്ത് പോലെ അരച്ചു. നാളികേരം ഒരു മുറി നാളികേരം അരച്ച് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിങ്ങനെ നന്നായി തിളച്ച് വറ്റി വന്നു കഴിഞ്ഞാൽ കാച്ചി കൊട്ടാട്ടെ. സത്യം പറഞ്ഞാൽ മീൻ കാച്ചി കൊട്ടാനൊന്നും പറ്റിയില്ല. രാവിലെ തൊട്ട് പുട്ടിലേക്ക് കാരണം മീൻ കറി ഭയങ്കര ചിലവായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പുറത്ത് ഞാൻ ചീഞ്ചട്ടി വെച്ചിരിക്കുന്നത് പുട്ടിലേക്കല്ല ചെറുപയർ കറി ഉണ്ടാക്കാനായിട്ടാണ്. അങ്ങനെ ചെറുപയർ കറി ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ പണിക്ക് ചേട്ടനെന്നാൽ ചേട്ടന് ചായ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനും എന്നോട് ചായ കുടിക്കാൻ നിൽക്കട്ടെ. ഞാൻ പിള്ളേരോടൊക്കെ വരാൻ പറഞ്ഞു. ഈ ഡപ്പിൽ പപ്പടം കാച്ചിയതാട്ടോ. അങ്ങനെ വന്നിരുന്നു. എന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻചാറും കുറച്ച് ചെറുപയർ കറി ഉപ്പേരിയും പുട്ടും ഒക്കെ ഭയങ്കര ടേസ്റ്റായിട്ടാണ്. ഈ ഒരു മീൻ കറിയും ചെറുപയർ ഉപ്പേരിയും പുട്ടും കൂടി കഴിക്കാൻ പപ്പടം അച്ചാറും ഒക്കെ കൂടി കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും കഴിക്കാനോ ഒന്നിനും വയ്യ. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയണില്ല തീരെ വയ്യാട്ടോ. ഭയങ്കര മേല് കൈവേദനയും കാരണം ഈ നമ്മൾ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് തീരെ വയ്യാണ്ടോട്ടെ. എനിക്ക് പ്രത്യേകിച്ച് കുറച്ച് ബ്ലീഡിങ് കാരണം കുറച്ച് കൂടിയ ആളാണ്. ഭയങ്കര തണ്ടൽ വേദന കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇരിക്കട്ടെ. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു അമ്മയ്ക്ക് വയ്യ എന്താ അമ്മ കഴിക്കാത്ത അമ്മയ്ക്ക് വയ്യാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം നിന്ന് ഒരു കഷ്ണം പുട്ട് കഴിച്ചാൽ എണീച്ച് വന്നു. അപ്പുറത്ത് നമ്മുടെ മീൻ വറുക്കാട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ മീൻ അച്ചാറിന് വേണ്ടിയിട്ട് കുറച്ച് നത്തോലി വറുക്കാട്ടിട്ടുണ്ട് കേട്ടോ. അത് നത്തോലി വറുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് മൊരിയേണ്ട. ഒരുപാട് മൊരിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടായില്ല. വേവാണ്ടിരിക്കരുത്. പാകത്തിനൊരു മൊരിച്ചെടുക്കാൻ നമുക്ക് നത്തോലി വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കിലോ നത്തോലിയാണ് കേട്ടോ എടുത്തത് അച്ചാറിന് വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ വറുത്ത് കോരി കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ടോ. വെളിച്ചെണ്ണ ഓയിലാണ് വറുത്ത് ആ ഓയിലിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു. 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചു. ഉലുവ ഇട്ടു. പിന്നെ നമ്മളിടുന്നത് ഒരു വലിയ 2 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും വലിയൊരു ഉണ്ട വെളുത്തുള്ളി കറിവേപ്പിലാട്ട ഇതൊക്കെ കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തു. അതൊന്നും ഇങ്ങനെ വാട്ടി മൊരിയിച്ചെടുക്കാട്ടാണ്. അതൊന്ന് വാട്ടി മൊരിയിച്ചാണ്ട് എടുത്തു. അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളിടാട്ട. പൊടികൾ ഞാൻ ഇടുന്നത് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇപ്പം ഉള്ളത്. അപ്പോൾ നമ്മൾ മീൻ വറുത്തത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഏകദേശം മൂപ്പായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മുളകും പൊടി ഇട്ടു കേട്ടോ. പിന്നെ ഒരു 3-4 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും ഒരു 3 വലിയ ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പിട്ട് കൊടുത്തു. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തുട്ടോ. പിന്നെ നമ്മൾ തീ ഒന്ന് ചുരുക്കില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പോകും. അങ്ങനെ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള വിനാഗിരി സുർക്ക എന്ന് പറയും, വിനാഗിരി എന്ന് പറയും, അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ മീനിക്ക് ആവശ്യത്തിന് നമുക്ക് ആലോചിച്ചറിയല്ലോ. അതൊക്കെ ഒരു കണക്കാണ്. നമ്മൾ ഇത്ര കണക്കെന്നൊന്നും പറയണില്ല. പിന്നെ കുറച്ച് ഉലുവപ്പൊടി, പിന്നെ കായം, സാമ്പാർ കായില്ലേ, കായപ്പൊടി ഇട്ട് കൊടുത്തോട്ടാ. ഇത് കൂടിയിട്ട് നന്നായി ഇളക്കി ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കുക. അപ്പോഴേക്കും നമ്മൾ അപ്പുറത്ത് മീൻ വറുത്തതായപ്പോൾ അതൊന്ന് കോരിടാൻ പോയിട്ട്. അപ്പോൾ നമ്മൾ സുർക്ക വെച്ചാൽ തന്നെ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മസാല കരിഞ്ഞ് പോവില്ല. അപ്പോൾ അതൊന്ന് തീയിട്ടിട്ടൊന്ന്
ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലൊക്കെ ഫ്ലേവർ ശരിക്കായിരിക്കും ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചു. അങ്ങനെ സെറ്റായി. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ കുറച്ച് കുറവ് തോന്നിയപ്പോൾ തരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ വറക്കുമ്പോൾ മീനിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടി സുർക്ക ഒഴിച്ച് കൊടുത്തു. കുറച്ച് കട്ടിയായപ്പോൾ കുറച്ചും കൂടി സുർക്ക ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മളത് വറുത്ത് വെച്ച മീൻ അതങ്ങോട്ട് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ പിന്നെ നമ്മൾ മീൻ വറുത്ത് നമ്മൾ തട്ടി കൊടുക്കാം കേട്ടോ. കേട്ടോ, അങ്ങനെ 1 കിലോ നത്തോലിയാണ് കേട്ടോ. ശരിക്കും 1 കിലോ നത്തോലി എന്നാണ് ഒരാഴ്ചയ്ക്ക് 1.5 ആഴ്ചക്കൊക്കെ ശരിക്കും ഒരു ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാണെങ്കിൽ സുഖമായിട്ട് അവർക്ക് 1 കിലോനൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഒരു മാസിക്കൊക്കെ കൂട്ടാട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ നത്തോലിക്ക് ഭയങ്കര വില കുറവാണ്. കിലോ 120 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് മേടിച്ച് അച്ചാറിട്ട് ഞാൻ പറയണമെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച ഞാൻ പുറത്ത് വെച്ചാലും കേട് വരാറില്ല കേട്ടോ. ഈ അച്ചാർ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ സത്യത്തിൽ ഇത് പുറത്ത് വെച്ചാലും കേട് വരുന്നില്ല അച്ചാർ ഇല്ല കേട്ടോ. ഒരേ ടേസ്റ്റിൽ ഒന്നുണ്ട്. മീൻ വറവും മീനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുണ്ടെങ്കിൽ സുഖമായിട്ട് ചോറുമാണ് കേട്ടോ. എന്താ വെച്ചാൽ മീനിൻ്റെ സ്മെല്ലും മീൻ വറുത്ത പോലെ മൊരിച്ചെടുത്ത ടേസ്റ്റും ഒക്കെ അല്ലേ. അങ്ങനെ ഉപ്പ് എനിക്ക് മരുന്നുകളൊന്നും കഴിക്കണമെങ്കിൽ ശരിക്കും പുളി പറയാത്ത 2-3 പ്രാവശ്യം ഇങ്ങനെ നോക്കി കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ആളാണ്. അപ്പോഴേക്ക് കറക്റ്റ് അറിയില്ല. ഉപ്പും പുളിയൊക്കെ രുചിയൊക്കെ പോയിക്കുന്നു മരുന്ന് കഴിച്ചിട്ട്. അങ്ങനെ മീൻകറി വെച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വെച്ചു. കൂർക്കുണ്ടായിരുന്നു. കൂർക്ക് ഉപ്പേരിയൊക്കെ വെക്കാമെന്ന് വെച്ചു. പക്ഷേ അത് നന്നാക്കാനുള്ള നേരമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ പണി കൊണ്ട് തന്നെ അതുണ്ടാക്കാൻ നേരം കാര്യങ്ങൾ കിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ കുണുക്കമ്മ വന്നിട്ട് രാവിലത്തെ പുട്ട് ചോദിച്ചിട്ടു. അപ്പോൾ ഞാൻ പുട്ടൊക്കെ കഴിഞ്ഞു തന്നു. അപ്പോൾ അവന് പുട്ട് ഇപ്പം വേണം. അതെന്താ വെച്ചാൽ അവൻ രാവിലെ ചെറുപ്പയർ കറി പുട്ടും കൂട്ടിയിട്ട് കഴിച്ചിട്ട് അത് മീൻ കറി കൂട്ടി കഴിക്കണമാണ്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ മീൻ കറിയിൽ കഷ്ണം മീൻ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് ആ ഒരു കഷ്ണം പകുതി കഷ്ണം ബാക്കി വന്നു. അതും കൂടി ഇട്ട് വെച്ചത്. അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ കറി കൂട്ടി തിന്നാന്നാണ്. അപ്പോൾ പിന്നെ ഒരു 3-4 കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചു വിട്ടാൽ അതൊക്കെ 5 മണിയാകുമ്പോൾ കറി എടുത്ത് കഴിച്ച് അത് തീർത്തു വിട്ടാൽ. അങ്ങനെ ഫ്രിഡ്ജിൽ ഉപ്പേരിക്ക് എന്തുണ്ടെന്ന് നോക്കിയപ്പോൾ 1.5 കഷ്ണം നേന്ത്രക്കായ ഇരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ നമ്മൾ ഉപ്പേരിക്ക് കായും പിന്നെ ബീൻസ് പിന്നെ കൊത്തമര ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓണത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികൾ കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു ഉപ്പേരിക്ക് കൂടി അരിഞ്ഞ് തരി മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് ഒരൊറ്റ വിസിലടിച്ച് വെച്ചതാട്ടോ കുക്കറിൽ. അപ്പോഴേക്കും നമ്മളപ്പുറത്ത് എന്നും നമ്മൾ മീനിൻ്റെ ഇതിനൊക്കെ പിന്നെ ഓയിലിൻ്റെ ഡപ്പ കടിക്കുമ്പോൾ ഒരു എണ്ണമെഴുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടെ കുറച്ച് സൊറുക്കൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ ഞാൻ തുടച്ചെടുത്തു. സൊറുക്ക് ഒഴിച്ചിട്ട് നമ്മൾ തുടച്ച് വിനാഗിരില്ലേ അത് ഒഴിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ കുറച്ച് സൊറുക്കുണ്ടായിരുന്നു. ഞാൻ തെളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എണ്ണമെഴുക്കൊക്കെ പോയി. ആ ഒരു വശം തുടക്കിയുണ്ട്, പുറത്ത് കുക്ക് ചെയ്യേണ്ട എല്ലാ പണികൂടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ടീസ്പൂൺ കടുകൊക്കെ ഇട്ടു. പിന്നെ ഉപ്പേരി ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഒരു തുള്ളും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളവിടെ ഒരു വശം ഞാൻ അതൊക്കെ നോക്കുമ്പോൾ ആ സൈഡ് ഞാൻ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്നത് വെച്ചാൽ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ അതായത് ചട്ടി ചൂടായതിൻ്റെ പുകയാണ് പോകുന്നത്. എണ്ണ ചൂടാവുന്നുള്ളൂ. അപ്പോൾ ഏകദേശം കടുകൊക്കെ പൊട്ടി കഴിഞ്ഞോടുകൂടിയിട്ട് നമ്മളത് ഇട്ട് കൊടുക്കട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ കടുക് കയ്ക്കും, കയ്പ്പുണ്ടാവും. അങ്ങനെ അതൊക്കെ ഇട്ടു. അതൊന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം നമ്മളതിലേക്ക് കുത്തിയ മുളകും പൊടി മാത്രം ഇട്ടാൽ 1 ടീസ്പൂൺ കുത്തിയ മുളകും 1/4 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും അപ്പുറത്ത് കുണിക്കുമ്പോൾ പുട്ട് കഴിക്കേണ്ട മീൻ കറി വേണമെന്നുണ്ട് വന്നു. അവൾക്ക് മീൻ കറി എടുത്ത് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി ഇതൊക്കെ മൂത്തിട്ടാൽ വേണ്ട 1 ടീസ്പൂണത്തോളം കുത്തിയ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ചിട്ടാണ്. അതൊന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് 1/4 ടീസ്പൂണത്തോളം മുളകും പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പുറത്ത് മുളകും പൊടി ഉണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം വേണ്ട ചെറിയ തീരെ ഇട്ടിട്ടാക്കട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞ് പോകും. അപ്പോൾ ഉപ്പേരി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് മൂത്തതിന് ശേഷം ഒരു ഡാർക്ക് കളറാവുന്നതോട് കൂടിയിട്ട് നമ്മൾ ആ ഉപ്പേരി വേവിച്ച് വെച്ച കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് അങ്ങനെ കേട്ടോ. ഓണം വിഷുവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം അമ്മ അതിൻ്റെ ബാക്കി കായ ഉണ്ടാവും, പയറുണ്ടാവും, ചേന ഉണ്ടാവും, മത്തങ്ങ ഉണ്ടാവും, ക്യാരറ്റ് ഉണ്ടാവും, ബീൻസ് ഇതൊക്കെ കൂടി അരിഞ്ഞിട്ടൊരു ഉപ്പേരി വയ്ക്കട്ടെ. പക്ഷേ എൻ്റെ കയ്യിൽ പിന്നെ അത്ര ഐറ്റംസുകളൊന്നും ഇല്ല. എന്താ വെച്ചാൽ ഞാൻ 1 കിലോ അവിയൻ്റെ കഷ്ണം മേടിച്ച് കഴിഞ്ഞാൽ കാള ഉണ്ടാക്കണം, ഓല ഉണ്ടാക്കണം, ആ കഷ്ണമൊന്നും ഇല്ല എല്ലാതും ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ബാക്കി വരവ് കുറവാട്ടോ. ഇവിടെ ഒരാൾ അലമാരി തുറന്നതിൻ്റെ ശബ്ദമാണ് കേട്ടത്. അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ സെറ്റായി കണ്ട നല്ല മാതിരി മസാല പിടിക്കണ ഒരു തുള്ളി വെള്ളം ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കിയാണ് വറ്റിച്ച് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉപ്പേരി പച്ചക്കറിയോട് ഉപ്പേരി ഉണ്ടാക്കുമ്പോഴേ ഒക്കെ വെന്ത് ഉപ്പേരിയൊക്കെ കാച്ചതിന് ശേഷം നമുക്കൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുത്ത് കഴിഞ്ഞാൽ
ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും കാണാൻ. കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുത്തു. എന്നിട്ട് അത് നന്നായി ഇളക്കുക. ഓഫ് ചെയ്തതിൻ്റെ ശേഷം വേണം കേട്ടോ നമ്മളത് ചെയ്യുക. എന്നിട്ട് അത് നല്ല ഫ്ലേവർ. അപ്പം ഞാനിതിപ്പോൾ വന്നിട്ട് ഞാൻ മണത്ത് നോക്കണ്ടിട്ട് എന്താ വെച്ചാൽ നമ്മളാ കുട്ടിക്കാലത്ത് നമ്മളെ അമ്മമാർ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ആ പച്ച വെളിച്ചെണ്ണ തൂമ്പ് ഒരു പ്രത്യേക സ്മെല്ലിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വന്ന് മണത്ത് കൊണ്ടാ. ആഹാ, അതാണ് എന്താണ് കേട്ടോ ആലോചിക്കുന്നത്. എന്തേ ഒരാളൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോഴേക്കും നമ്മൾ ഗ്യാസ് അടുപ്പ് ഓരോ വശമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ. എന്ന് വെച്ചാൽ കുറേ ദിവസം ഈ അടക്കളൊക്കെ തേച്ച് കഴിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തേച്ച് കഴുകണതല്ലേ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കുറവായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ അടക്കള കഴുകിട്ട് വരാറില്ല, വൃത്തികേടാവണില്ല. പിന്നെ ഇതേ ഓരോ വശം ഇങ്ങനെ ഉരച്ചരിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ വൃത്തികേടൊന്നുമില്ല കേട്ടോ. ഒന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ എണ്ണമെഴുക്ക് പുട്ടിൻ്റെ പൊടി നാളികേരത്തിൻ്റെ തരിയൊക്കെ ഉള്ള കേട്ടോ. പുട്ടുണ്ടാക്കുമ്പോഴേ നമ്മുടെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ പെട്ടെന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്ര ആവില്ല, പക്ഷേ പിള്ളേരുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ആവും കേട്ടോ. അങ്ങനെ നമ്മൾ മീൻകറി അപ്പുറത്ത് അടുപ്പത്ത് വെച്ചു, അടുപ്പ് കഴുകി തേച്ചു. എന്നിട്ട് അവിടേക്ക് ഉപ്പേരി മുളകിട്ട് അപ്പുറത്തേക്ക് വെച്ചു. ഇപ്പുറത്ത് അടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് അടുപ്പ് കാര്യങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. അവിടെ ക്ലീൻ ആക്കൽ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പാദ്യം പുറം തട അവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കുക കേട്ടോ. ഓരോ വശം സോപ്പിട്ട് ഓരോ വശം തുടച്ചെടുക്കുക. അങ്ങനെ ഓരോ സൈഡ് അപ്പുറത്ത് കുഞ്ഞിൽ നിന്ന് പാത്രം മൂടി അവിടെ ശരിയാക്കണം കേട്ടോ. പിന്നെ അടക്കളയുടെ ബാക്കിയുള്ള സൈഡ് കുഞ്ഞിനാണ് ക്ലീൻ ചെയ്യുന്നത്. കുഞ്ഞൻ പാത്രം കഴുകുന്നുണ്ട്, പാദ്യം ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ അടക്കളയിലേക്ക് വന്നിട്ട് ഇവിടെയും ക്ലീൻ ആക്കുക കേട്ടോ. ഇവിടെയും ഗ്യാസ് അടുപ്പൊക്കെ തേച്ച് സോപ്പിട്ട് ചകിരിയൊക്കെ ഇട്ട് തേച്ച് കഴുകി പിന്നെ നമ്മൾ പാദ്യമോറും നമ്മുടെ ചെമ്മരും കാര്യങ്ങളൊക്കെ ഉരച്ച് കഴുകുക കേട്ടോ. ആ നേരത്ത് എന്തോ ഒരു കാര്യത്തിനാണ് ഞാൻ അങ്ങനെ റോഡ് കൊണ്ട് നടക്കുന്നത്. ഒരാളെൻ്റെ മേത്ത് വന്ന് കിടക്കുന്നുണ്ട്. പൊന്നോ മനുഷ്യ അങ്ങനെ കൊല്ലു, ഞാൻ ചാവും മനുഷ്യ ചേട്ടാ. വെയിറ്റിന് പുറമേ തിരിച്ചിട്ട് വേണ്ടി എന്തിനാണ്ട് പുറത്തു ഞാൻ കമ്മന്ന് എടുക്കേണ്ട തണുപ്പുറം പൊളഞ്ഞേട്ടാ മനുഷ്യ. ശ്വാസം കിട്ടാണ്ട് ചത്തേനെ ചേട്ടാ. എന്താ പറ്റി പുറമേച്ചിട്ടാ? അതിന് ആരെങ്കിലും ഒരാൾ വീട്ടിൽ പണിക്കാളെ വെച്ചാൽ ആൾ പണിയെടുക്കും, അതിൻ്റെ പിന്നാലെ ഒരു ആവശ്യമില്ലാണ് ഇങ്ങനെ നടക്കും. ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ നടക്കും. റെസ്റ്റ് എടുക്കില്ല. പണിയെടുക്കുന്നതിനേക്കാളും അവർ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലും ജസ്റ്റൊക്കെ 5 മിനിറ്റ് തണ്ടൽ നിർത്തായിരിക്കും കേട്ടോ. ഈ മനുഷ്യ നേരത്തെ ഇരിക്കില്ല. അവരെ പിന്നാലെ നടന്ന് പിന്നെ അവർ പോയി കഴിഞ്ഞാൽ അത് ക്ലീനാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഈ അടക്കളയൊക്കെ ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട് അടിച്ചുടക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് വെച്ചാൽ ഡോറുകളും കാര്യങ്ങളൊക്കെ ഊരിലും കുത്തലും തുളയ്ക്കലൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ പഠിച്ചുടച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ തുണികൾ മടക്കാണ്ട് അത് പോകാൻ വേണ്ടി നിൽക്കട്ടെ. അപ്പോൾ പിന്നെ അടക്കളൊക്കെ അടിച്ചൊരു വൃത്തിയാക്കി തുണികൾ മടക്കായിരുന്നു. അപ്പോൾ ഒരു വയറുവേദന വന്നു. അത് കഴിഞ്ഞ് ഗുളിയൊക്കെ കഴിച്ച് കിടന്നതിന് ശേഷം എനിക്കുമ്പോൾ 6 മണിക്കാണ്. നമ്മൾ എത്ര മണിക്കാണ് ഊണ് കഴിക്കുമ്പോൾ? 7 മണിക്കാണ് ഞാൻ ഉച്ചത്തെ ഊണ് കഴിക്കുന്നത്. ഉച്ചത്തെയും രാത്രിത്തെയും കൂടിയിട്ട് ഊണ് കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ 7 മണിയാകുമ്പോൾ ഊണ് കഴിക്കാൻ ഇരിക്കട്ടെ. എൻ്റെ ഷെയ്ബും പുട്ട് കഴിച്ചു, കുണുക്കം പുട്ട് കഴിച്ചു, കുണിക്ക് പുട്ട് കഴിച്ചു കേട്ടോ. ഞാനും പൊന്നും അനുവാനും കൂടി ഫുഡ് കഴിക്കാതിരിക്കണം. അപ്പം ഉപ്പേരിട്ട ചട്ടിയിലാണെങ്കിൽ ചോറ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പേരി ആവശ്യമുള്ളവരോട് ഇത് നിർത്തോളം പറഞ്ഞിട്ട് കുറച്ചല്ലേ ഉള്ളൂ. അനുവാനും ഇട്ട് കൊടുത്തു. പിന്നെ ഇതിന്ന് കുഞ്ഞിനോട് ഇതിന്ന് ഉപ്പേരി എടുത്തോളം പറഞ്ഞിട്ട് അങ്ങനെ സമാധാനമായിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് ചോറുണ്ട് കേട്ടോ. എന്താ പറഞ്ഞോ? എത്ര വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയാലും ഈ ടേസ്റ്റ് കിട്ടില്ല. ഞാൻ ആകെ എടുത്തത് ഉപ്പേരി മാത്രമാണ്. ഉപ്പേരി അച്ചാറും മീനോർത്ത് എപ്പോൾ എടുത്തിട്ടുള്ളൂ. കുറച്ചാഴ്ച എടുക്കാൻ വെച്ചത് ഇതെന്നെ മതി. ചോറിന് ഇഷ്ടമല്ല വെച്ചിട്ടാ. ഇപ്പം എന്തൊക്കെയാണ്? മീൻ കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, മീൻ അച്ചാറുണ്ട്, കായുപ്പേരി, കാളൻ, പുളിയിഞ്ചി, എനിക്കില്ലാത്തൊക്കെ ഉണ്ട്. ചെറുപ്പം അങ്ങനെ നമ്മുടെ കുണുക്കന് വാർത്തുമോളൂടെ കളിയാട്ടം. വാർത്തിന്റെ അമ്മയച്ഛന് കുളിക്കാൻ പോയിക്കാണ്. ഇപ്പം സമയം ഏകദേശം 8 മണിയാവാനാണ് പോകണം കേട്ടോ. അപ്പോൾ കുറേ ഒന്നും എടുക്കാൻ പറ്റില്ല. കുറേ ഇത് പറയുമ്പോൾ ഒരു 4-5 ദിവസത്തെ തുണികൾ മടക്കണ്ടായിരുന്നു. കണ്ട ആൾക്കാരുടെ അല്ലേ, കുറേയൊക്കെ മടക്കി കുറേയൊക്കെ കൊണ്ടുവച്ചു. ഇനി ഇത്രയും കൂടി മടക്കണ്ട. ആ നേരത്തെ എനിക്കൊരു അടിവയറുന്നൊരു വേദന വന്നു. കുറേ നേരം ഗുളിയൊക്കെ കഴിച്ച് സെറ്റ് ചെയ്ത് ഇപ്പോഴാട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാട്ടോ. അഞ്ചമ്മേ അഞ്ചന് ഫാൻ്റെ ശബ്ദം ഭയങ്കര ഞാൻ ശ്രദ്ധിച്ചില്ല. ഫാൻ ഓഫ് ചെയ്തു. മാമ കാത്തു നോക്കില്ലേ? അപ്പം പേരാട്ടോ. അപ്പം നമ്മൾ ഡോറടച്ചേ. ഡോറിൻ്റെ അവിടെ നമുക്ക് കുറച്ച് പണികളൊക്കെ ഞാൻ മഞ്ഞ കള്ളൻ ഒരു 16 വർഷം മുന്നേ കള്ളം കയറിയിട്ട് പൊളിച്ചിട്ട് പോയ ഡോറൊക്കെ കേട്ടോ. ലോക്കൊന്നും നമുക്ക് അടയ്ക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മരത്തിൻ്റെ ഇതാട്ടോ. അതിങ്ങനെ നടു വിണ്ടൂട്ടോ. ഇങ്ങനെ പൊളിയുടെ പുരക്കിയാക്കിയായി മരം ചൂവില്ലാണ്ടേ. അപ്പോൾ അത് മാറ്റിയിട്ട് അവിടെ 2 ഗ്ലാസ് ആക്കി കൊടുത്തു. പിന്നെ ലോക്ക് മാറ്റിയിട്ടാ. പിന്നെ ഞങ്ങളുടെ റൂമിലും
കള്ളം പൊട്ടിച്ച് പോയത് കേട്ടോ ലോക്ക്. അത് മാറ്റി അത് ഇതാക്കി. പിന്നെ ആ റൂമിലെ ലോക്ക് മാറ്റി കുഞ്ഞിൻ്റെ റൂമിലെ ഡോറ് ശരിയാക്കി. അങ്ങനെ അങ്ങനെട്ടാ എത്ര രൂപ വരുന്ന പറഞ്ഞ പണിയാ പെട്ടെന്ന് എത്ര രൂപയ്ക്ക് കഴിഞ്ഞിട്ട്? അല്ല നമ്മള് ഡോറ് മേടിച്ച് മാറ്റി വെച്ചെങ്കിലേ ഒരു ഡോറിന് തന്നെ 4000 രൂപ 5000 രൂപ ഉണ്ട് സാധാ ഡോറ്. ഇപ്പൊ 5050 രൂപയ്ക്ക് മൊത്തം പണികള് തീർത്തി. ഡോറ് അടഞ്ഞിരുന്നില്ല. അപ്പൊ അതൊക്കെ ശരിയാക്കി ലോക്കൊക്കെ മാറ്റി. എത്രയാണോ ഡോറുകളൊന്നും നമ്മൾ അടയ്ക്കാണ്ടൊക്കെ ഇടുന്നായിരുന്നു കേട്ടോ. ഫ്രണ്ട് ഡോർ അടയ്ക്കും. പൊന്നുവിന്റെ ബെഡ്റൂം അടയ്ക്കാൻ പറ്റും, ഞങ്ങളുടെ ബെഡ്റൂം ഒന്നും അടയ്ക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ എന്തായാലും ഇപ്പൊ അടച്ചുറപ്പായി. നോക്കിയ പിള്ളേരെ കയറ്റ ക്ലാസ് കൈ വെച്ചിരുന്നു. കൈന്റെ പാടുകൾ ഇങ്ങനെ തീരെ വയ്യായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പകുതിക്ക് വെച്ച് വീഡിയോ എടുക്കുന്നത് നിർത്തിയത്. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് തന്നെ അല്ലേ. അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറേ ദിവസമായിട്ട് നമുക്ക് ഈ തിരക്കിൻ്റെ കാര്യമാണ്. നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നാമത് കുഞ്ഞിൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എടുക്കുന്നത് നല്ലൊരു ടാസ്ക് ആയിരുന്നു. ഞങ്ങൾക്ക് ടാസ്ക് ഉണ്ടായിരുന്നില്ല, ടാസ്ക് മൊത്തം ഇവരൊക്കെയായിരുന്നു. ഞങ്ങൾക്ക് സടപടാന്ന് വെച്ച് കിട്ടിയില്ലേ. ജുബയാണ് കേട്ടോ, സാധാ ജുബയാണ്. പക്ഷെ അത് അല്ലേ അനുവായിട്ട് ഇങ്ങനെ കുറേ ഡിസൈൻ ഉള്ളതോ കുറേ വർക്കുള്ളതോ അങ്ങനത്തെ ഒന്നും അതിനായിട്ട് ഇടില്ല, അങ്ങനത്തെ ഇഷ്ടമല്ല. അപ്പം സിമ്പിളായിട്ടുള്ളൊരു തുണി അന്വേഷിച്ച് തന്നിട്ടാണ് സത്യത്തിൽ. കനം കുറഞ്ഞ് നല്ല സിമ്പിളായിട്ടുള്ളൊരു തുണി അന്വേഷിച്ച് തന്നിട്ടാണ്. അപ്പം അച്ഛനും മോനും അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഞങ്ങൾ കൊടുത്തു. കനം കുറഞ്ഞിട്ടൊരു തുണിയിൽ എൻ്റെ അച്ഛനും മോനും ഒരുപോലത്തെ കൊടുത്തു. ഷെബിക്ക് വേറൊരു മോളിൽ അവൻ ചെറുപ്പക്കാരൻ ഒന്നും കൂടി ഗ്രാൻഡാക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾ ഗ്രാൻഡാക്കി കൊടുത്തത്. പക്ഷേ ഇവന് കുത്താൻ പാടില്ല, തുളയ്ക്കാൻ പാടില്ല. നല്ല ഭയങ്കര വൈറ്റുമ്പോൾ ഗ്ലാസ് വർക്ക് കണ്ടുപിട്ടു. പക്ഷേ ഇവന് ഇഷ്ടമായി. പക്ഷെ ഇവൻ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇടില്ല, കുത്തുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുത്തിനും തുളയൊന്നുമില്ല. അതിനുള്ളിൽ എ സി വെക്കണം. ഇപ്പം ചേരാട്ടോ കണ്ടീഷൻ ചേരാട്ടോ ഫുൾ എയർ കണ്ടീഷൻ ആക്കിയാണ്. അപ്പം അങ്ങനെ പിന്നെ ഇപ്പം എല്ലാവരും ഡ്രസ്സ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ ഒരു വശം തടഞ്ഞു. ഇനി എന്താ വെച്ചാൽ ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടി ഉണ്ട്. ഇനി കുറച്ചുകൂടി സ്ഥലം നമുക്ക് എൻഗേജ്മെന്റ് പറയാണ്ട്. ഇനി എന്താ ചില പണി അങ്ങനെ കുറച്ച് നമ്മുടെ വീടിന് 18 വർഷത്തോളം നമ്മൾ വീട് പണി കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ വീടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അന്നും ഉള്ള ടൈലൊട്ടിക്ക ഡോറുകൾ വയ്ക്കാൻ നല്ലതാണ്. വേറെ പണികളൊന്നും നമ്മുടെ വീടുമ്പോൾ ചെയ്താൽ ഇങ്ങനെ പണികൾ നമ്മുടെ അടുക്കളയിൽ സോക്കേസുകളേ ഇല്ല കഴിഞ്ഞിട്ടാ. കബേർഡ് വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഒക്കെ ഓപ്പണായിട്ട് എടുക്കാം. പക്ഷെ ഇപ്പൊ പറ്റിയ സാഹചര്യം ഇല്ലാത്ത കാരണം അത് തൊടുന്നില്ല. അതിന് പേര് വന്ന് അത്രമാത്രം അവരെന്താ വെച്ചാൽ കള്ളി കുറവാണ്. ഷോക്കേസ് കുറവായിക്കാൻ അധികം റേറ്റ് അല്ല. എന്നാലും ഇപ്പൊ നമുക്ക് എല്ലാം കൂടി ആവുമ്പോൾ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ വീട്ടിൽ ഏകദേശം രണ്ടൊരു പണിയുള്ളത് മുറ്റത്ത് കട്ട വിരിക്കലും ഷോക്കേസ് പണി. പിന്നെ പൊന്നിന് ഷെബിക്ക് മുകളിലൊരു റൂമും ഒരടക്കളയും എനിക്ക് ബാത്റൂം എടുക്കണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കാശുകാരനൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളോട് കൂട്ടണം. പറ്റും നമ്മുടെ ഇപ്പോൾ അവർക്ക് കുടക്കമൊന്നും ഇല്ലാത്തതിനാട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൂട്ടിയാൽ ഞാൻ അവരോട് പറഞ്ഞു റൂമും മതി, റൂമും ബാത്റൂമും മാത്രം എന്താ മതി, കിച്ചൺ വേണം. പക്ഷെ അവൾ പറഞ്ഞു അമ്മ മേമേരടുത്ത് മാമിൻ്റെ കൂടെ മേമേരടുത്തേക്ക് നമുക്ക് ഇട്ടുപിടിച്ചത് തലക്കടിച്ചു കൊന്നു പരാതി മേമ പാവുണ്ട്. മേമ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അങ്ങനെ അപ്പോൾ അത് അവർക്ക് മുകളിൽ എടുക്കണമെന്നുണ്ട്. പെട്രോളിന് നമ്മൾ കുഞ്ഞിന്റെ എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പതുക്കം പോലെ വാടകയ്ക്ക് പോയിട്ട് 25,000 രൂപ 20,000 ഇല്ലാണ്ട് അവർക്ക് നല്ലൊരു ഫ്ലാറ്റ് കിട്ടാനില്ല. അവർക്ക് നമുക്ക് അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്ത് പിന്നെ ഫ്ലാറ്റ് എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഉണ്ണി ചെറിയ ഉണ്ണികളാണ്. അപ്പം ഞാൻ പറഞ്ഞു വെള്ളം ചുവില്ല, പിന്നെ നമുക്കും തൊഴിലുണ്ടാവില്ല. ഒരു അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കും തൊഴിലുണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒരു ബാത്റൂമും ഒരു ബെഡ്റൂമും നിങ്ങളുടെ മുകളിൽ എന്തുകൊണ്ടെന്ന് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന പറ്റി പക്ഷേ അവർക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് എടുക്കണ്ടേ. അവർക്ക് ഒരു പ്രൈവസി വേണ്ട. നമ്മുടെ ഇടയിൽ കിടന്നൊരു പ്രൈവസി വേണ്ട. ഉണക്കാ അവിടെ അപ്പോൾ അവിടെ കിടക്കുക അവർക്ക് പ്രൈവസി കുറവ് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ റൂം എടുക്കുക, കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞു അടക്കളയും കൂടി ആകുമ്പോൾ 3-4 ലക്ഷം പറയണത്. അടക്കള നമ്മൾ 2-3 ആൾക്കാരോട് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു
ഇപ്പൊ തിക്കും തെറിച്ചും കൂട്ടി വീട് പണിയാ സാധാ അവര് തിക്കും തെറിച്ചുകൂട്ടി വീട് പണിയിക്കാണ് നോക്കുന്നത്. നല്ലോണം കുറെ കാര്യങ്ങൾ മേടിച്ച് പണിതിട്ട് കാര്യം. അപ്പൊ ഞാൻ അവരോട് ജീവിതകാലം പലിശ കൊടുക്കാനോ വേണ്ടാവുള്ളൂ. നമുക്കൊരു 2-4 ലക്ഷം രൂപയ്ക്ക് അവർക്ക് അവർക്ക് 8, 9, 10 വർഷം താമസിക്കാലോ. അവർക്ക് താമസിച്ച് അവരായിക്കോട്ടെ. അതുകൊണ്ടല്ല പറയണത്, ഈ വാടക വീട്ടിൽ നിന്നൊരു മോചനവും. അതാണ് നമ്മൾ നോക്കുന്നത്. വാടക വീട്ടിൽ നിന്ന് വൃത്തിയില്ലാത്ത വെള്ളവും കാര്യങ്ങളും ഒന്നും നമ്മൾ അറിയാത്തടത്ത് പോയി കിടക്കേണ്ട. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, മുകളിലൊരു റൂമും ഒരു ബാത്റൂമും, ഞാൻ റൂമും ബാത്റൂമും മാത്രം എന്താ ചെയ്യാറുള്ളൂ. അപ്പോൾ അവർക്ക് ഒരു അടുക്കള വേണം അമ്മ, ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ കാരണം അവർക്ക് ഒരു കാര്യങ്ങളൊക്കെ വേണ്ട അമ്മ എന്നാണ്. അപ്പം പണിയോണ്ട് അമ്മയ്ക്ക് വിഷമില്ല. ഞങ്ങൾ കയ്യിലെ കാശ് ചിലവാക്കേണ്ട വെച്ചിട്ടാണ് അമ്മ പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ കൂട്ടം കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുകളിലല്ല അവരുടെ കാശ്. അപ്പോൾ നമ്മളോട് ഇപ്പം പറ്റാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് എത്രയോ വർഷം താമസിച്ച് പതുക്കം പോലെ വീട് പണിത് പോയാൽ മതി. ഒരു തീർച്ചയോ തിക്കോ തിരക്കോ ബഹളോ വെക്കേണ്ട കാര്യമില്ല. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വർക്കിന് പോകുമ്പോഴേ കാർത്തൂനെ ഉണ്ടാക്കിയതിനെ കൊണ്ടുപോവുക കാര്യങ്ങള്. ഇനിയിപ്പോൾ ഓരോ കൊല്ലം പുത്തൂർ അവൾ വലുതാവാണ് അല്ല ചെറുതാ വല്ല വലുതാവും. അപ്പോൾ അവളെ നോക്കാൻ ഇത്ര നാളത്തെ പോലെയല്ല. അവളെ നോക്കാൻ നമ്മൾ അത്രയും ഇത് വേണം. എന്താ വെച്ചാൽ ആദ്യം ഉറക്കി കെടുത്തി അവൾക്ക് എടുക്കും. അപ്പം അങ്ങനെയല്ലല്ലോ. അപ്പോൾ അത് നോക്കണമെങ്കിൽ നല്ല പണി തന്നെയാണ് കാർത്തൂനെ നോക്കാൻ. അപ്പൊ അങ്ങനെ അതൊക്കെ വിചാരിക്കുന്നു നടക്കുന്നു വിചാരിക്കുന്നു. അല്ലെങ്ങനെ കാര്യങ്ങൾ പറയാം. നമ്മള് ആഗ്രഹിക്കുന്നു പറയും. ഈ വീട്ടിലേക്കുള്ള പണികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞതാ. ഈ വീടിന്റെ മുകളിലേക്ക് റൂം, ഒരു അടുക്കള, ബാത്റൂം, മുറ്റത്ത് കട്ടൊരിക്കുക, ഓഫീസർ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ പണി. അപ്പൊ ഞങ്ങൾ പണി കഴിഞ്ഞു. കുഞ്ഞിനെ കല്യാണം കഴിച്ചോണ്ട് ഞങ്ങൾ സമാധാനമായിട്ട് എല്ലാവരും ഇരിക്കും. കുഞ്ഞിന് സമാധാനമായിട്ട് ഇരിക്കും. അല്ല കുഞ്ഞിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനം, കുഞ്ഞിനെ കെട്ടിച്ചിട്ട് സമാധാനമായിട്ട് ഇരിക്കാന്നല്ല. നെഗറ്റീവ് വരെ നോക്കണ്ട. അവളെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് സമാധാനമായല്ലോ. അപ്പൊ അവള് ഹാപ്പി അതെ. പിന്നെ ഈ 3 ഞങ്ങൾക്ക് നോക്കണേ. പിന്നെ ഈ 3 പേരൻസ് ഞങ്ങളാണ്. ഇവര് വർക്കിന് പോകും. ഈ അച്ഛനും വർക്കിന് പോകുമ്പോ ഈ അച്ഛനും വേണമെങ്കിൽ 3 നോക്കി ഉണ്ടാക്കണമെങ്കിൽ. അപ്പൊ ദൈവത്തിനോട് ഒരു പ്രാർത്ഥനയോടെ ഈ 3 നല്ലപോലെ നോക്കാനുള്ള ആരോഗ്യ ആയുസൊക്കെ ഞങ്ങൾക്ക് തരാം. എന്നിട്ട് പിന്നാലെ ഓടണ്ട. നമുക്ക് ഓടി നടന്ന് നോക്കണം. ഞാൻ പഠിപ്പിക്കാൻ ഏറ്റെടുക്കില്ല കേട്ടോ. 2 കൊണ്ട് ഞാൻ പഠിപ്പിച്ച് തോറ്റു. 3 ഞാൻ പഠിപ്പിക്കില്ല. ട്യൂഷൻ ടീച്ചറാക്കിയെന്നോ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം തന്നെ. അങ്ങനെ അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ചർച്ചകളും കാര്യങ്ങളും. വീട്ടിലെ ഡോറിന്റെ ലോക്ക് മാറ്റുള്ളൂ വളരെ അതാണ് ചെറിയ കാര്യം. ചെറിയ കാര്യം എന്ന് പറഞ്ഞില്ല. 16 വർഷത്തോളം അതിന് ഈ വീടിന്റെ ഡോറ് പോയി കുത്തി പൊളിച്ച് ഞങ്ങൾ മാറ്റാണ്ട് അവിടെ ഇട്ട് കൊടുക്കും. വേറെ ഒന്നും മാറ്റാം. അപ്പം അന്നും പെറ്റാണിഞ്ഞിട്ടോ കാര്യമല്ലോ. അപ്പം നമ്മൾ ചോദിച്ചു ഈ ഡോറൊക്കെ ആകെ ചൂരാത്ത മരം. അപ്പം മാറ്റുമ്പോൾ ഡോറോടൊക്കെ മാറ്റാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ആശേരി ശശിനെ വിളിച്ചത്. അപ്പം ഡോറോടൊക്കെ മാറ്റാൻ ശശിനെ പറഞ്ഞു ഇപ്പോഴത്തെ ഡോറുകളൊന്നും നല്ലതല്ല. 2 വർഷം അവര് 10 വർഷം ഗ്യാരണ്ടി പറഞ്ഞത്. 10 വർഷം പോയിട്ട് 2 വർഷം പോലും നിൽക്കണില്ല. അതാണ് വർഷം. 10 വർഷം പറഞ്ഞാൽ 2 വർഷം നിൽക്കണ്ടേ. അതുപോലെ നിൽക്കണില്ല. പലയിടത്തും ഡോർ പൊളിയിലും പൊള്ളയ്ക്കലും വട്ടച്ചിട്ടൊക്കെ നാശമായി പോവുകയാണ്. അപ്പം നിങ്ങൾ ആ പണിക്ക് നിൽക്കണ്ട. നമുക്ക് ഇതുമ്പോ തന്നെ കാരണം ശശിയുടെ അതായതുകൊണ്ട് സെറ്റാക്കിയാന്ന് കേട്ടോ. 5050 4000 എടുത്ത നമ്മള് സാധനങ്ങൾ മേടിക്കാൻ ലോക്കുകൾ മേടിക്കാനാണ് ചെലവായത് കേട്ടോ. നമുക്ക് 1 2 3 4 റൂമിന്റെ ലോക്കുകൾ മാറ്റി. അങ്ങനെ ആടക്കളന്ന് മാറ്റി മാറ്റി അതടയ്ക്കാൻ പറ്റിയിരുന്നില്ലല്ലോ. നമുക്ക് വീട് അടച്ചു വിട്ടുമ്പോ ഫ്രണ്ട് ബാക്ക് മാത്രം അടയ്ക്കാൻ പറ്റിയെന്നുള്ളൂ. ബാക്കൊന്നും അടയ്ക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ എല്ലാം അടച്ചു. കള്ളന്മാര് വരുന്നവരോട് പറയണം നിങ്ങൾ കുത്തി പൊളിക്കണ്ട, വേണം തുറന്ന് തരാം. കള്ളന്മാരോട് പ്രത്യേകം ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ഇതിനോട് കയറണം എന്തെങ്കിലും എടുത്തുകൊണ്ടുണ്ടെന്നല്ലേ പറഞ്ഞാൽ മതി. ഞാൻ ഡോർ തുറന്നിട്ട് കുറച്ച് 1 മണിക്കൂർ ഞങ്ങൾ മാറി കുറച്ച് തുണികളൊക്കെ കിട്ടും. അതില്ലാന്ന് പറയല്ല. കുറച്ച് പാമ്പേഴ്സ് ഒക്കെ കിട്ടും. അതൊക്കെ നമ്മള് ധൈര്യമായിട്ട് തരാം. അല്ലാണ്ട് കുത്തി പൊടിച്ച് ഇഞ്ഞ് കാശ് കേട്ടോ. ഞാൻ എന്റെ വീട്ടുകാരെ കള്ളനാണ്. ഞാൻ കള്ളനോട് വന്നു വെച്ചത് തനിക്ക് മനസ്സിലാക്കി എത്ര കഷ്ടപ്പെട്ട് പറഞ്ഞ വീടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തി പൊളിച്ചിട്ട് പോയത്. അയാളോട് വെച്ചപ്പോ പോലീസുകാരൻ്റെ മോത്തിക്ക് അയാളോട് തനിക്ക് മനസ്സിലാക്കി കിട്ടണം. ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ വീട് പണിത് അതൊക്കെ താൻ കുത്തി പൊളിച്ചിട്ടില്ല. മനസ്സിലാക്കില്ലാത്ത മനുഷ്യനാണോ താനങ്ങാട്ട് ഓടിട്ട് ദോഷം എന്ന് വെച്ചാൽ അല്ല അന്നത്തെ സാഹചര്യം നമ്മൾ എങ്ങനെ വീട് പണിത്. നമ്മളെ സാഹചര്യത്തിൽ എങ്ങനെ വീട് പണിത്. നമ്മുടെ കാശിലാക്കിയിട്ടൊന്നും അല്ല കേട്ടാ. നമ്മൾ വീട് നല്ല നിലയ്ക്ക് പണിയാനും കാര്യങ്ങളൊക്കെ വിചാരിച്ചത് നമ്മൾക്കാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ട്രാജഡികൾ എന്ന് പറയുന്നത് നമ്മൾ ആ സമയത്താണ്. കുഞ്ഞിന് വയ്യാണ്ടായി, പൊന്നിന് വയ്യാണ്ടായി. വയ്യാതെ തന്നെ ലക്ഷങ്ങൾ ചിലവാക്കുന്ന അസുഖങ്ങൾ ആയിട്ടാണ് നമ്മൾ ചിലവാക്കിയത്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളാണ് പോയപ്പോൾ
നിങ്ങൾക്ക് ഈ ലോക്ക് മാറ്റം ഇത്ര നാളായിട്ട് പറ്റിയിട്ട് ഇവിടെ സത്യമാണ് ഒക്കെ സമയമുണ്ട് ദാസ, അത്രേ ഉള്ളൂ. പിന്നെ 10 ഓപ്പറേഷനാണ് ഞാൻ ചെയ്തത്. അതും ഈ മനുഷ്യൻ പണിയെടുത്ത കാശ് കൊണ്ടാണ്. വേറെ ആരും നമുക്ക് 10 രൂപ കൊടുന്നേരല്ല. എൻ്റെ അതിനായിട്ട് സമ്പാദിക്കാണ്ടൊന്നല്ല. ഓക്കെ, എനിക്ക് അച്ഛൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. പാവം മക്കൾക്കും ഭാര്യയ്ക്ക് ആശുപത്രി കാശ് ഇറങ്ങി ഈ മനുഷ്യൻ്റെ ആഴ്ചയിൽ പകുതി സമ്പാദനം അങ്ങനെ പോയി. എന്നാലും വേണ്ടില്ല. ദൈവം സഹായിച്ച് ഇപ്പോഴും ആയുസിന് കുഴപ്പമില്ലല്ലോ. ഞങ്ങളിപ്പോ എവിടെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മള് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത് ആർക്കും ആരോഗ്യത്തിന് ആപത്തൊന്നും ഇല്ലാണ്ട് സേഫായിട്ടിരിക്കണം. ഇപ്പൊ ഞങ്ങളിപ്പോ ഇന്നലെ ഞങ്ങൾക്കൊരു മനസ്സിലോട്ട് ടെൻഷൻ വന്നു. ഞങ്ങൾ കൃപാസനത്തിൽ പോയി തൊഴുമ്പോൾ ഹാപ്പി അല്ല കാര്യം. കൃപാസനത്തിന്റെ മാതാവിന്റെ അടുത്ത് പോയി നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. അല്ല നമുക്ക് നമ്മളെ മനസ്സിന് ഇന്നലെ പോയി ഷെബി എന്നിട്ട് ഉടമ്പടി ഷെബി എടുത്തു, അനുവാദിനും എടുത്തിട്ട് ഉടമ്പടി. ഇവർ രണ്ടാളും ഉടമ്പടി എടുത്തു. എന്നിട്ട് കുറച്ച് ദിവസമായി. ഷെബി ഇന്നലെ എടുത്തിട്ടാ പോയിട്ട്. നമുക്ക് വിശ്വാസം എന്ന് വെച്ചിട്ട് നമ്മള് ഞങ്ങൾക്ക് എല്ലാ ദൈവനും വിശ്വാസമായിട്ടാണ്. നമ്മളെല്ലാ ദൈവത്തിനും വിശ്വസിക്കുന്നുണ്ട്. എല്ലാ ദൈവം അമ്പലത്തിലും പള്ളിയിൽ പോകും. മുസ്ലിം പള്ളി കണ്ട അവിടെയും തൊഴും. ഭീമപ്പള്ളി പോയി അവിടുന്ന് കൊടുത്ത ആ കിണറ്റിലെ വെള്ളം ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഇഷ്ടമാണ്. അല്ല നമ്മളതാ നമുക്ക് ഇങ്ങനെ ദൈവങ്ങളിൽ തിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മളെ ദൈവം സാധിപ്പിച്ചതിന്റെ കാര്യങ്ങൾ അത് വെച്ചിട്ട് ലോട്ടറി ദൈവം ഇപ്പൊ എന്റെ ലോട്ടറി അടിക്കുന്ന കോടീശ്വരാണ്. അതൊന്നും അല്ല കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്പർ എടുത്തിട്ടുണ്ട്. അതിപ്പോ എനിക്കിപ്പോ ലോട്ടറി അടിച്ച് ഞങ്ങൾക്ക് 2-3 ആൾക്കാരെങ്കിലും ഞങ്ങളൊപ്പം 2-3 ആൾക്കാരോട് രക്ഷപ്പെടാറുണ്ട്. അപ്പൊ അവരൊക്കെ രക്ഷപ്പെടുത്തി നമുക്ക് സേഫ് ആയിട്ട് സമാധാനം ചെയ്യാം. 40 രൂപ ടിക്കറ്റില്ലേ ഡേഞ്ചർ എടുക്കുന്നത്, അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതെടുത്ത് നമ്മുടെ കടം വീട്ടാനില്ല. അല്ല കടം വീട്ടാനില്ല, എന്നാലും വെറുതെ ഓരോ ചുമതലകൾ കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കാര്യത്തില് ഇവിടെ അപ്പൊ ഒരു ബുക്ക് ഉണ്ടല്ലോ, അത് വേറെ സ്ഥലത്തേക്ക് കൊടുത്തേക്കാം. അങ്ങനെ അതൊന്നും ഞാൻ അങ്ങനത്തെ ഒന്നും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്. അല്ല എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, ദൈവം സഹായിച്ച് ഒരാപത്തും ഇല്ലാണ്ട് ദീർഘായുസ് കിട്ടണം എന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ചെറിയ മക്കളാണ്, ഇത്ര മാത്രം. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന്റെ അടുത്ത് പോയപ്പോഴും ഇന്നലെ മാതാവിന്റെ അടുത്തായിട്ട് ഞാൻ മാതാവിന്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് വേണ്ട ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനാണ് മെയിനായിട്ട് ആൾ ഓടി എത്തി കൃപാസനത്തിൽ. അതിൻ്റെ ഒപ്പം ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. കടങ്ങള് വീടണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കടങ്ങളായാലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ കടങ്ങൾ വേണ്ടല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ മാതാവ് കുഞ്ഞു മക്കളാണ്, അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി അവരെ ഒരു ഇതിലേക്ക് എത്തിക്കണം. വേറെ എനിക്ക് എൻ്റെ ഏട്ടനും ആശ്വാസം എനിക്ക് എൻ്റെ ഏട്ടൻ ആപത്തുകളൊന്നും ഇല്ലാണ്ട് അവിടെ കാത്തോണ്ട് വന്നിട്ട് അവരെ നോക്കണം, അവരെ വളർത്തണം, നല്ല പോലെ വളർത്തണം. അപ്പൊ അതൊക്കെ നമ്മുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കണം കേട്ടോ. എന്താ പറയാ അല്ലേ, ലൈഫിൽ പിന്നെ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് നമുക്ക് വേണ്ടി നമ്മൾക്ക് മാത്രം വേണ്ടിയിട്ടൊന്നും നമ്മൾ ഇന്നലെ അവിടേക്ക് പോയത് ഒരു ചേച്ചിക്ക് വേണ്ടി എന്താ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് മാതാവിന്റെ അടുത്ത് മേടിച്ച മോതിരം മാതാവിന്റെ വാച്ചിന്റെ പെട്ടിയിലുണ്ടാവും. അലമാരിലൊന്നല്ല, മേശമ ഷോക്കേസിൽ എവിടെയാ ഞാൻ കണ്ടുപ്പോ. ഇതൊക്കെ കയറ്റിക്ക്, ഇതൊക്കെ പണിയെടുത്തിട്ട് വയ്യ, ഞങ്ങക്ക് പണിയെടുത്ത് വയ്യ. നിങ്ങൾ ഓരോന്ന് പണി ഉണ്ടാക്കല്ലേ. ദാടാ മാതാവിന്റെ ഫോട്ടോ, ഇതല്ലടാ മാതാവിന്റെ മോതിരല്ലേ. അപ്പൊ അവിടെ എവിടെ ഉണ്ട്, രണ്ടു കൂടെ ഉണ്ടായിരുന്നല്ലോ, സ്ഥലത്ത് കണ്ടുണ്ട്. അങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ. ഞാൻ പൊടഞ്ഞടിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം സമയമൊക്കെ ആവും. അപ്പൊ എല്ലാവരും ആയുസിലാപത്തിലാണ്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര വീഡിയോ ഇടാൻ നിങ്ങള് എല്ലാ ദിവസവും വീഡിയോ ഇടണം. കാര്യങ്ങളുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ, ഇഷ്ടംപോലെ ചുമതലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കാര്യങ്ങൾക്ക് പോയിട്ടാണ് നിങ്ങൾക്ക് പിന്നെ എന്തായാലും വീഡിയോ നമ്മളെ സ്നേഹിക്കുന്നവരോട് പറയാൻ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വീഡിയോ കണ്ടോളൂ. പോട്ടെ, ബൈ.